എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. അപ്പോൾ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു ഇലക്കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ നമ്മുടെ വീടുകളിൽ ചീര, മുരിങ്ങ ഇതെല്ലാം കറി വെക്കാറുണ്ട്. അപ്പോൾ ഇതും ഒരു ചീരക്കറി തന്നെയാണ്, ഒരു സ്പെഷ്യൽ ചീരക്കറി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ചീര, ചായ ചീര അല്ലെങ്കിൽ ചായമൻസ, അതാണ് ഇതിൻ്റെ പേര്. ചില സ്ഥലങ്ങളിൽ ഷുഗർ ചീര എന്നും പറയാറുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലക്കറിയാണ്. ഇതിൽ പ്രോട്ടീൻ, കാൽസ്യം, അയൺ, വൈറ്റമിൻ എ, ബി, സി എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു ഇലക്കറിയാണ്. ഈ ഒരു ഇലയ്ക്ക് നല്ല ഔഷധ ഗുണങ്ങളുണ്ട്. ദഹനത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ കാഴ്ചശക്തി കൂട്ടാനും കൊളസ്ട്രോളും ഭാരവും കുറയ്ക്കാനും വാതം നിയന്ത്രിക്കാം. ഇതെല്ലാം ഇതിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ചെടി പറിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ചെറുതായിട്ട് പാല് പോലെ ഇതിൽ നിന്ന് വരും. അത് നമ്മൾ കഴുകി കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ ഇലകൾ മാത്രം മതി, തണ്ടുകളൊന്നും ആവശ്യമില്ല. വെറും ഇല മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കഴുകിയ ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. ഇലകളെല്ലാം നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/3 കപ്പ് തുവരപ്പരിപ്പ്, അത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ചിരകിയ നാളികേരമാണ്. പിന്നെ 4-5 വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂണോളം ജീരകം. ഇത്രയാണ്, നല്ല ജീരകമാണ് ചേർത്തത്. ഇത്രയും ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം. നമ്മൾ വെച്ച പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ചീര ചേർത്ത ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ കുക്കറിലൊന്ന് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ടും വേവിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുക്കറിൽ ഒരു വിസിൽ അടിക്കുകയാണ് ചെയ്യുന്നത്. ചീരയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിടണം. വറവിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 7-8 ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 വറ്റൽമുളക്. നമുക്ക് വേണമെങ്കിൽ കടുകും ചേർക്കാം, ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഉള്ളി കളറെല്ലാം മാറി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉള്ളി കളറെല്ലാം മാറി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ചീരക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചീര കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ നല്ലതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിന് മുന്നേ ചാനലിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. താങ്ക്